And in 3 months, the person is talking about engagement. എന്നാൽ തനിക്ക് വേണ്ടതെല്ലാം ആസ്വദിച്ച ശേഷം ഇതൊന്നും തനിക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞൊഴിയുന്ന ഒരു മെന്റാലിറ്റി അനുപമയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് ധ്രുവ ചെയ്തതിനേക്കാൾ വലിയൊരു വഞ്ചനയല്ലേ? And in 3 months, the person is talking about engagement. അതായത് ഡേറ്റിംഗ് എന്ന പേരിൽ ഒരാളോടൊപ്പം എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, പരമാവധി ഇന്റിമസി പങ്കിടാം, എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും എടുക്കാം. പക്ഷേ ആ ഒരു ബന്ധം, വിവാഹം എന്ന് പറയുന്ന സീരിയസ് ആയ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ മാത്രം 3 മാസം കൊണ്ട് എനിക്ക് നിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ചോദിച്ച് തനിക്ക് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് ബാക്കൗട്ട് ചെയ്യുന്ന പ്രവണത നമ്മൾ എങ്ങനെ ന്യായീകരിക്കും? And in 3 months, the person is talking about engagement. നമ്മളൊരു കാർ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്താറില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ പലരും ഡേറ്റിങ്ങിനെ കാണുന്നത്. I would have gotten married to that person and probably that would have ended up in a divorce if I didn't stop the engagement call. ഇതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അതിൽ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കി മാറ്റാൻ നമുക്കൊക്കെ പ്രത്യേകം മിടുക്കാണ്. പ്രത്യേകിച്ച് അതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അല്ലേ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുപമ പരമേശ്വരനും ധ്രുവ വിക്രമും വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഭൂരിഭാഗം പേരും ധ്രുവ വിക്രമിനെ ക്രൂശിക്കുന്നതും അയാളുടെ ഭാഗത്താണ് പൂർണ്ണമായി തെറ്റെന്ന് സ്ഥാപിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ എല്ലാവരും മറന്നു പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ മെനക്കെടാത്ത മറ്റൊരു വശമുണ്ടതിന്. അത് കേവലം 2 വ്യക്തികളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇന്നത്തെ സമൂഹത്തിനെ, പ്രത്യേകിച്ച് യുവതലമുറയിൽ വേരുറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഹിപ്പോക്രസിയുടെ അഥവാ കാപട്യത്തിന്റെ പ്രതിഫലനമാണത്. And in 3 months, the person is talking about engagement. And the family is asking, where can we put the engagement? Which destination do you prefer? How many people do you want? നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ അനുപമയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാന വാദങ്ങളിലൊന്ന് കേവലം 3 മാസം കൊണ്ട് ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതാണ്. സത്യമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒറ്റ നോട്ടത്തിൽ ആർക്കും ശരിയാണെന്നൊക്കെ തോന്നാം. After the first couple of dates, you're taken to their house, their home. You're meeting their family, having lunch with them. And in 3 months, the person is talking about engagement. And the family is asking, where can we put the engagement? Which destination do you prefer? How many people do you want? ഇത് 3 മാസത്തിൽ തന്നെ 3 months into the relationship, it can't be that fast. It can't be. And for the people, they call you gold digger and all these names, no? For the people like that who have been calling me that, there's one thing I want to make clear, that I would have gotten married to that person and probably that would have ended up in a divorce if I didn't stop the engagement call. I am the one who constantly stopped the engagement call because I knew this was not love, this was just desperation, so that I would quit acting. അപ്പൊ അനു തന്നെയാണ് തീരുമാനിച്ചത് I don't want to get engaged now. Nobody can deny it. Whenever they ask me, I always said, I think this person is really young. I think we need to take a little more time. I think it's not the right time. I am ready. I'm okay. I have time. We can do another thing. If it kids are concerned, which you can do egg freezing, all these stuff. But let them take time. Let them grow and all other. I've postponed this thing so many times in the relationship. Because I understood that this is not because of love. This is desperation to get someone under control. അത് ക്ലിയർ ആയിട്ട് എനിക്ക് അന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും there is something in your gut that says that this is too fast. 3 മാസമല്ല, ചിലപ്പോൾ 3 വർഷം കൊണ്ട് പോലും ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം മനുഷ്യന്റെ സ്വഭാവം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ ഒരു വസ്തുത നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ചേ മതിയാകൂ. കാരണം അനുപമ പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത്. കേവലം 3 മാസം കൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അതേ വ്യക്തികൾ തന്നെയാണ് ഈ 3 മാസ കാലയളവിൽ ഒരു റിലേഷൻഷിപ്പ് ലിമിറ്റുകൾ പോലും ഇല്ലാതെ പെരുമാറുന്നത്. അതായത് ഡേറ്റിംഗ് എന്ന പേരിൽ ഒരാളോടൊപ്പം എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, പരമാവധി ഇന്റിമസി പങ്കിടാം, എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും എടുക്കാം. പക്ഷേ ആ ഒരു ബന്ധം, വിവാഹം എന്ന് പറയുന്ന സീരിയസ് ആയ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ മാത്രം 3 മാസം കൊണ്ട് എനിക്ക് നിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ചോദിച്ച് തനിക്ക് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് ബാക്കൗട്ട് ചെയ്യുന്ന പ്രവണത നമ്മൾ എങ്ങനെ ന്യായീകരിക്കും? ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഇന്ന് നമ്മുടെ സമൂഹം കണ്ടുവരുന്ന ഏറ്റവും സങ്കടകരമായ ഒരു മെന്റാലിറ്റിയാണ്. And in 3 months, the person is talking about engagement. അതായത് നമ്മുടെ റിലേഷൻഷിപ്പുകളുടെ ആദ്യത്തെ ആ ഒരു ഹണിമൂൺ ഫേസിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ പരസ്പരം അടുക്കുകയും ബാക്കിയുള്ളതെല്ലാം ചെയ്ത് കഴിയുകയും ചെയ്തതിന് ശേഷം കമ്മിറ്റ്മെന്റ് എന്നൊരു ചോദ്യം വരുമ്പോൾ മാത്രം നമ്മൾ തമ്മിൽ മാച്ച് അല്ല, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കൂടുതൽ സമയം വേണമെന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് വിട്ടുപോകുന്ന ആ ഒരു ട്രെൻഡ്
അതായത് ഇവിടെ ഡേറ്റിങ്ങിനെ പലരും ഒരു ട്രയൽ റൺ പോലെയാണ് കാണുന്നത്. നമ്മളൊരു കാർ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്താറില്ല, അതേപോലെ തന്നെയാണ് ഇവിടെ പലരും ഡേറ്റിങ്ങിനെ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ഒരാൾ മാനസികമായും ശാരീരികമായും അടുക്കുന്നതിന് നിങ്ങൾ പറയുന്ന അത്രയും സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് 3 മാസങ്ങൾ തന്നെ ധാരാളമാണ്. കാരണം അവിടെ ഉത്തരവാദിത്തങ്ങളില്ല, കമ്മിറ്റ്മെൻറ്റുകളില്ല, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ല. ആ ഒരു നിമിഷത്തെ എൻജോയ്മെൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ലക്ഷ്യം. എന്നാൽ ഇതേ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ജീവിതം പങ്കിടണമെന്ന് വരുമ്പോൾ മാത്രം ഈ പറയുന്ന 3 മാസം പോരാതെ വരുന്നു. ഇത് എന്ത് തരം ന്യായമാണെന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയാത്തത്. I would have gotten married to that person and probably that would have ended up in a divorce if I didn't stop the engagement call. I am the one who constantly stopped the engagement call because I knew this was not love, this was just desperation. അതായത് ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാകാതെ അയാളുമായിട്ട് നിങ്ങൾ ഇത്രയും കാലം ഡേറ്റിംഗ് ചെയ്തുവെങ്കിൽ ആ ഒരു ഡേറ്റിങ്ങിനൊക്കെ എന്താണ് അർത്ഥം? ആ ഒരു ഡേറ്റിങ്ങിനെ നിങ്ങൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? എല്ലാവരും ധ്രുവ് വിക്രമിനെ വിരൽ ചൂണ്ടുമ്പോൾ തെറ്റുകാരനാണെന്ന് പറയുന്ന അതേ നാണയത്തിന്റെ മറുവശം തന്നെയല്ലേ ഇവിടെ അനുപമ പരമേശ്വരനും. എല്ലാം അവസാനിപ്പിച്ച് പിരിയുന്ന ആ ഒരു നിമിഷത്തിൽ ഒരാളെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതും മറ്റൊരാൾ വിക്ടം കാർഡ് കളിക്കുന്നതും ഏകപക്ഷീയമാണ്. അതായത് തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം പുറത്തു പറയുകയും തന്റെ ഭാഗങ്ങളിലെ പാളീച്ചകൾ മാത്രം മറച്ചു വെക്കുകയും ചെയ്യുന്ന പ്രവണത പല സെലിബ്രിറ്റികളുടെയും ബ്രേക്കപ്പുകളിൽ നമ്മൾ കാണുന്നതാണ്. ഇവിടെ ധ്രുവന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ തനിക്ക് വേണ്ടതെല്ലാം ആസ്വദിച്ച ശേഷം ഇതൊന്നും തനിക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞൊഴിയുന്ന ഒരു മെന്റാലിറ്റി അനുപമയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് ധ്രുവ ചെയ്തതിനേക്കാൾ വലിയൊരു വഞ്ചനയല്ലേ? And in 3 months, the person is talking about engagement. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സങ്കടം തോന്നുന്നത്. അതായത് പണ്ട് കാലത്തെ റിലേഷൻഷിപ്പുകൾ നമ്മൾ എടുത്താൽ ഒരു പരസ്പര വിശ്വാസവും ബഹുമാനവും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഒപ്പം നിൽക്കുമെന്നൊരു ഉറപ്പും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നോ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അന്ധമായ അനുകരണത്തിൽ നമുക്ക് നമ്മുടെ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ സദാചാര മൂല്യങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഹൂക്കപ്പ് കൾച്ചർ, സിറ്റുവേഷൻഷിപ്പ് തുടങ്ങിയ പേരുകളിൽ ഇന്ന് റിലേഷൻഷിപ്പുകൾ വെറും യൂസ് ആൻഡ് ത്രോ വസ്തുക്കളെ പോലെയായി മാറിയിരിക്കുകയാണ്. അതാണ് സത്യം. ഒരാളുമായി ഒരു ബന്ധം തുടങ്ങി അതിലെ എക്സൈറ്റ്മെൻറ്റ് തീരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കത് വർക്കൗട്ട് ആകില്ല എന്ന ഒരൊറ്റ ഡയലോഗിലെല്ലാം അവസാനിപ്പിക്കുകയാണ് ഇവിടെ. ഇത് ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ അബ്യൂസാണ്. തൻ്റെ പങ്കാളിക്ക് തന്നോടൊപ്പം വൈകാരികമായ അടുപ്പത്തെ ചൂഷണം ചെയ്യുകയും ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുകയും ചെയ്യുന്ന ഈ രീതി എങ്ങനെയാണ് ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ലക്ഷണമാകുന്നത്? അതായത് ഡേറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അടിസ്ഥാനപരമായി തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പരസ്പരം മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് സമയം ചിലവിടുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ഇന്ന് ഡേറ്റിംഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയിരിക്കുകയാണ്. ഡേറ്റിംഗ് എന്നാൽ എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. ഒരാളുടെ ശരീരവും സമയവും വികാരങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സോറി എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തികഞ്ഞ സ്വാർത്ഥതയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വിവാഹം എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കണമെന്ന് ശഠിക്കുന്നവർ എന്തിനാണ് ആ മനസ്സിലാക്കൽ പ്രക്രിയക്കിടയിൽ കമ്മിറ്റഡായ ആളുകളെ പോലെ പെരുമാറുന്നത്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാപട്യം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ സമയമെടുക്കുമെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ പൂർണ്ണമാകുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? അങ്ങനെ ചെയ്യാതെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച ശേഷം എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ 3 മാസം പോരാ എന്ന് പറയുന്നത് സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാനുള്ള വെറും ഒരു ഒഴിവ് കിഴിവ് മാത്രമാണെന്ന് ഞാൻ പറയും. And in 3 months, the person is talking about engagement. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു വിക്ടിമിനെ തിരയുകയാണ്. അതായത് ഒരു വശത്ത് ധ്രുവനെതിരെ വരുന്ന ട്രോളുകൾ നമ്മൾ കാണുകയാണ്. എന്നാൽ മറുവശത്തോ ഇത്തരം നോൺ കമ്മിറ്റഡ് ആയിട്ടുള്ള സ്വാർത്ഥത നിറഞ്ഞ തീരുമാനങ്ങളെ അവളുടെ ചോയ്സ് എന്ന പേരിൽ, വ്യക്തി സ്വാതന്ത്ര്യം എന്ന പേരിലോ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തെറ്റ് ആരുടെ ഭാഗത്തായാലും അത് തെറ്റ് തന്നെയാണ്. ഒരാളുടെ സമയവും വികാരങ്ങളും വെച്ച് കളിക്കുന്നത് അതിപ്പോൾ ഡേറ്റിങ്ങിൻ്റെ പേരിലായാലും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ മൂല്യങ്ങൾ എന്നത് ആധുനിക യുഗത്തിലായാലും അത് നിലനിൽക്കേണ്ട ഒന്ന് തന്നെയാണ്. അതായത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ബന്ധങ്ങൾ താൽക്കാലികമായ ഒരു സന്തോഷം നൽകിയേക്കാം, പക്ഷെ അവ ബാക്കി വെക്കുന്നത് പലർക്കും ഉണങ്ങാത്ത മുറിവുകളായിരിക്കും. ഈ അനുപമ ധ്രുവ് വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ പൂർണ്ണമായി അറിയുന്നത്. എന്നാൽ ഈ സംഭവം നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ഡേറ്റിംഗ് എന്ന പേരിൽ എന്ത് കാപട്യവും കാണിക്കാമെന്നാണോ നമ്മുടെ ഈ പുതുതലമുറ വിശ്വസിക്കുന്നത്? അതായത് തൻ്റെ പങ്കാളിയുടെ വികാരങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ തൻ്റെ സൗകര്യത്തിനനുസരിച്ച് മാത്രം ബന്ധങ്ങളെ നിർവചിക്കുന്ന ഈ രീതി തുടർന്നാൽ യഥാർത്ഥ സ്നേഹവും വിശ്വാസവും എന്താണെന്ന് പോലും അറിയാത്ത ഒരു തലമുറയായി നമ്മൾ മാറില്ലേ? ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ 3 മാസം കൊണ്ട് ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിലെ ശരിയും
എന്നാൽ ഈ ഒരു 3 മാസം കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിലെ കാപട്യവും നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു?